നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ CPM-നെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷം നനഞ്ഞ കോഴിയെ പോലെയാണ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിലെ നനഞ്ഞ കോഴിയാണ് എന്നതടക്കമുള്ള അതിരൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിച്ചത്. വെള്ളത്തിൽ വീണ അവസ്ഥയാണ് പിണറായിക്കെന്നും ഒന്നും മിണ്ടുന്നില്ല, KN ബാലഗോപാലിനാകട്ടെ സംസാരിക്കാനും അറിയില്ല എന്നായിരുന്നു ജി സുധാകരൻ്റെ വിമർശനം. കഴിഞ്ഞ സർക്കാരിലെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടും ഒരക്ഷരം എതിർത്ത് പറയാൻ കെൽപ്പുണ്ടായില്ല പിണറായിക്കും ബാലഗോപാലിനും എന്നാണ് സുധാകരന്റെ വിമർശനം. ആ സ്ഥാനത്ത് തോമസ് ഐസക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നുവെന്നും സുധാകരൻ പരിഹസിച്ചു. MLA ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു സുധാകരൻ ഇത്തരത്തിൽ അതിരൂക്ഷ വിമർശനം നടത്തിയത്. ഇപ്പോഴിതാ അമ്പലപ്പുഴ MLA ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണെന്നും പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്നും ചോദിച്ച് CPM നേതാവ് H സലാം രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാതിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അല്ലാതിരുന്ന സുധാകരൻ എന്തിനു പണം പിരിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അന്ന് പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പരസ്യപ്പെടുത്താൻ തയ്യാറാകണം. ആരിൽ നിന്നൊക്കെ എത്ര ലക്ഷങ്ങൾ പിരിച്ചു എന്ന് വെളിപ്പെടുത്താൻ സുധാകരൻ ധൈര്യം ഉണ്ടോ എന്നും സമൂഹ മാധ്യമത്തിലൂടെ H സലാം ചോദിച്ചു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: അമ്പലപ്പുഴ MLA ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണ്. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി PB അംഗവും 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയുമായി പ്രവർത്തിച്ച KN ബാലഗോപാലിനെ സംസാരിക്കാൻ അറിയാത്തവനും എന്നൊക്കെയാണ് ജി സുധാകരൻ അധിക്ഷേപിച്ചത്. താനൊഴികെ നാട്ടിൽ വേറെ ആർക്കും ഒരു വിവരവുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. പാർട്ടി നേതാക്കളെ നിരന്തരം അധിക്ഷേപിക്കുമ്പോഴും തങ്ങൾ കാണിക്കുന്ന അവധാനത ദൗർബല്യമാണെന്ന് കരുതരുത്. പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാതിരുന്നതെന്ന സത്യം ജി സുധാകരൻ മറന്നു പോകരുത്. 2021 താൻ മത്സരിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അല്ലാതിരുന്ന ജി സുധാകരൻ എന്തിനാണ് പണം പിരിച്ചത്? അന്ന് താങ്കൾ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പരസ്യപ്പെടുത്താൻ തയ്യാറാകണം. ആരിൽ നിന്നൊക്കെ എത്ര ലക്ഷങ്ങൾ പിരിച്ചു എന്ന് വെളിപ്പെടുത്താൻ ജി സുധാകരന് ധൈര്യമുണ്ടോ എന്ന ചോദ്യവും സലാം ഉന്നയിച്ചിരിക്കുന്നു. മിസ്റ്റർ ജി സുധാകരൻ, താങ്കൾക്കും വീട്ടിൽ 2-3 പേർക്ക് മാത്രം അറിയുന്ന രഹസ്യങ്ങൾ പലതും ഇന്ന് പരസ്യമാണ്, അത് മറക്കണ്ട. പിണറായി വിജയൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് പാർട്ടി സെക്രട്ടറി ആകുകയും പതിറ്റാണ്ടുകൾ പാർട്ടിയെ ധീരമായി നയിച്ച് തുടർ ഭരണത്തിലേക്ക് വരെ LDF-നെ നയിക്കുകയും ചെയ്ത നേതാവാണ്. അനാവശ്യം കാണിച്ചിട്ടും താങ്കൾക്ക് അർഹിക്കാത്ത പരിഗണന നൽകിയ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ജി സുധാകരനുണ്ടോ? പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും സംഘടനാ ചുമതലകളിലും സത്യസന്ധമായും മാതൃകാപരമായും പ്രവർത്തിച്ച വ്യക്തിത്വമാണ് KN ബാലഗോപാലിൻ്റെത്. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺമാരായി മുൻകാലത്ത് പ്രവർത്തിച്ചത് CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ 2 വനിതാ നേതാക്കളാണ്. അവരെ ജി സുധാകരൻ അധിക്ഷേപിച്ച് വിളിച്ചത് ഒരുത്തി എന്നാണ്. ഇങ്ങനെ സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങൾ നടത്താനാണോ ജനങ്ങൾ താങ്കൾക്ക് വോട്ട് നൽകിയത്? മുൻപ് ഷാനിമോൾ ഉസ്മാനെയും ഉഷാ സാലിയെയും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ CS സുജാതയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി അധിക്ഷേപിച്ചു. ഉന്നത നേതാക്കൾ മുതൽ പ്രാദേശിക പ്രവർത്തകരെ വരെ ആരെയും അധിക്ഷേപിക്കുവാനുള്ള ലൈസൻസ് ആണ് വോട്ടർമാർ താങ്കൾക്ക് തന്നത് എന്ന് വിചാരിക്കരുത്. ഇത്തരം വിവരക്കേട് പറയുമ്പോൾ ഒരു പരിധിയൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അത് കേൾക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ കുലുങ്ങിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ താങ്കൾ ഒരു രാഷ്ട്രീയ കോമാളിയായി മാറുകയാണ്. പണ്ടൊക്കെ നാട്ടിൽ ഒരു കുപ്പി കള്ള് വാങ്ങിക്കൊടുത്താൽ ആരെയും തെറി വിളിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമായിരുന്നു. ഈ കോമാളിത്തരം കാണുമ്പോൾ ജനങ്ങൾക്ക് അതാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ജി സുധാകരൻ വിമർശനവുമായി ചന്ദ്രബാബു രംഗത്ത് വന്നിട്ടുണ്ട്. സ്വന്തം കാര്യം കാണാൻ ഏതറ്റം വരെയും പോകുന്ന സുധാകരൻ അഭിനവ പാഷാണം വർക്കിയായി മാറിയെന്നാണ് CPM ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ CB ചന്ദ്രബാബു ആക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ കാണുന്നവന് അപ്പ എന്ന് വിളിക്കുന്നതാണ് സുധാകര സ്വഭാവം. സുധാകരൻ പിന്നെയും വിഡ്ഢിവേഷം കെട്ടുകയാണ്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന മനോഭാവം വേണ്ട. ലീഗിനെ നേരത്തെ മലപ്പുറത്തെ ഒരു തരം ലീഗ് എന്നാണ് സുധാകരൻ വിശേഷിപ്പിച്ചിരുന്നത്. എത്ര പെട്ടെന്നാണ് ലീഗ് മതേതര പാർട്ടിയായത്? എല്ലാം തുറന്നു പറയാത്തത് പാർട്ടി അച്ചടക്കം അനുവദിക്കാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. എന്തായാലും ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനങ്ങൾ CPM-ൽ നിന്ന് ഉയരുകയാണ്. പിണറായിയെ നനഞ്ഞ കോഴി എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് സുധാകരനെതിരെ പ്രവർത്തകർ തിരിയുന്നത്. അതേസമയം തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM നേതൃത്വം. എന്താണ് തെറ്റുതിരുത്തൽ നടപടികൾ? എന്തൊക്കെ വിമർശനങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്? വിശദമായി നോക്കാം.
ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ തെറ്റുതിരുത്തൽ നടപടികൾ ചർച്ചയാകും. വീഴ്ച സംഭവിച്ചെന്ന് ബോധ്യമുണ്ടെന്നും തിരുത്തി മുന്നോട്ട് പോകാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വീഴ്ച സംഭവിച്ചെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. കണ്ണൂരിലടക്കം വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശക് പറ്റി, വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടി നേതൃത്വത്തിനെതിരെ കർശനമായ വിമർശനങ്ങൾ ഉയർന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീഴ്ചകൾ പരിശോധിച്ച് വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സമിതിയിൽ ഈ തീരുമാനമുണ്ടാകും. കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായെന്നും ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിക്കുണ്ടായ പിഴവ് തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തിരുത്തൽ നടപടികൾ വേഗത്തിൽ തന്നെ സംഭവിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേക പ്ലീനം വിളിച്ചു ചേർക്കില്ല, പകരം ഓഗസ്റ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ ഉൾപ്പെടുന്ന വിപുലമായ സംസ്ഥാന സമിതി ചേർന്ന് തെറ്റുതിരുത്തൽ നടപടികൾ എങ്ങനെ പ്രായോഗികമാക്കുമെന്ന് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു നടപടി, അതായത് സംഘടനാ തിരുത്തലിന് പ്ലീനത്തിനു പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ച സംസ്ഥാന സമിതി യോഗം, അത് ഇത്തരത്തിലൊരു നടപടി ആദ്യമായിട്ടാണ്. പ്ലീനത്തിന് ഏറെക്കുറെ തുല്യമായ രീതിയാണിത്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പല കാര്യങ്ങളിലും തിരുത്തൽ വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോട് നേതാക്കൾ സ്വീകരിച്ച സമീപനം പാർട്ടിയെ നശിപ്പിച്ചു എന്ന ഒരു വിമർശനവും കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട്. വർഗീയ വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നും അഭിപ്രായമുയർന്നു. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന തിരുത്തൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. കമ്മിറ്റിയിലുണ്ടായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ടിന് അംഗീകാരം നൽകാനാണ് തീരുമാനം. SDPIയോട് കാണിച്ച മൃദു സമീപനം പാർട്ടി നിലപാടിനെ ദുർബലമാക്കി. ന്യൂനപക്ഷ ഭൂരിപക്ഷം ഒരേപോലെ തുറന്നു കാണിക്കണം. മുസ്ലിം വർഗീയതയുടെ ഗുണഭോക്താവായി ലീഗ് മാറുന്നുണ്ടെന്നും വിമർശനം. മതേതര നിലപാടിൽ ഉറച്ചു നിന്നാലേ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിധം തുറന്നു കാണിക്കാനാകൂ. UDF സർക്കാരിന്റെ ലീഗ് അധീശത്വ നടപടികൾ തുറന്നു കാട്ടാനാകണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നേരത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ ജില്ലകളിലടക്കം രൂക്ഷ വിചാരണ നടന്നെങ്കിലും CPM സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ച സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ഇത്തരം വിമർശനങ്ങളെല്ലാം വെട്ടിനിരത്തിയിട്ടാണ് എന്ന വിമർശനം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. സർക്കാരിനും പാർട്ടിക്ക് നേതൃത്വം നൽകിയവർക്കെതിരായ കടുത്ത പരാമർശങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. തോൽവിക്ക് പിന്നിൽ വിവിധ കാരണങ്ങളും ഘടകങ്ങളുമാണ് എന്നാണ് പൊതുവിലയിരുത്തൽ എന്ന രീതിയിലൊരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തുടക്ക സമയത്തൊക്കെ പല യോഗങ്ങളിൽ ഉണ്ടായ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ പ്രത്യേകിച്ച് MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പല പാർട്ടി യോഗങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടായി. ഇവർക്കെതിരെ സമീപനം ശരിയല്ല, രീതി ശരിയല്ല, സംസാരം ശരിയല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു എന്നത് തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന പാർട്ടി ഘടകങ്ങളിലെല്ലാം പൊതുവികാരമായിരുന്നുവെങ്കിൽ ഭരണ തുടർച്ച പാർട്ടിയെ ആലസ്യത്തിലാക്കിയെന്ന മൃദുവായിട്ടുള്ള പരാമർശം മാത്രമേ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതാകട്ടെ സംസ്ഥാന കമ്മിറ്റിയിലും വിമർശനത്തിലേക്ക് നയിച്ചു. സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായതും ഈ സാഹചര്യത്തിലായിരുന്നു.